ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റൈസ് അസോസിയേഷനിൽ നിന്ന് ശ്രീ ജസ്റ്റിൻ പാലത്ര കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ പാലത്ര, സ്വർണ്ണവിലയിൽ ഒരു കുറവ് രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ലൊരു കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് കച്ചവടത്തെ ബാധിക്കുന്നത്? വിപണിയിലേക്ക് ആളുകളൊക്കെ തന്നെയും സ്വർണം വാങ്ങാനൊക്കെ എത്തുന്നുണ്ടോ? അതായത് ഈ അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് ഈ റേറ്റ് കുറയുമ്പോൾ സംഭവിക്കുന്നത് ഇനിയും കുറയാം എന്നുള്ള ഒരു ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ വരും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു രീതിയിൽ കുറെ പേര് നോക്കും. കുറെ പേര് കുറഞ്ഞു നിൽക്കുകയാണല്ലോ, എന്നാ പിന്നെ പോയി പർച്ചേസ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മനുഷ്യർ പലരും പല ചിന്താഗതിക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മൂവ്മെന്റ് സെയിലിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഈ വില കുറവ് സ്റ്റഡിയായി നിൽക്കുമോ എന്നതിനെ പറ്റി നമുക്ക് സംശയമുണ്ട്. ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതൊക്കെ വലിയൊരു ആശ്വാസമാണ്. കാരണം നമുക്കറിയാം, ഇതിപ്പം ഈ ആളുകൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉപരിയായിട്ട് ഈ വിൽപ്പനക്കാരെ സംബന്ധിച്ചാണ് വലിയൊരു ആശ്വാസമാകുന്നത്. കാരണം നമുക്കറിയാം, ബിസിനസ്സൊക്കെ തന്നെയും വലിയ രീതിയിൽ ഡള്ളാവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വ്യാപാരം നടക്കേണ്ട ഒരു സമയമൊക്കെയാണ്. പക്ഷേ വലിയൊരു ഇടിവ്, പ്രത്യേകിച്ച് ഈ വിവാഹ സീസണൊക്കെ ആയിരുന്ന സമയത്തൊക്കെ വലിയ രീതിയിലാണ് കച്ചവടം കുറഞ്ഞത്. അതെ, ഇപ്പം ഈ ഒരു സ്വർണ്ണ വിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കുറവ്, അത് ഭാവിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? വ്യാപാരം ഒക്കെ തന്നെ ഒന്ന് മെച്ചപ്പെടേണ്ടത് അത് വളരെ അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ കച്ചവടക്കാരെ സംബന്ധിച്ചോളം റേറ്റ് കുറച്ചുകൂടെ താഴ്ന്ന ഒരു ആവറേജ് റേറ്റിൽ നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയും താല്പര്യം. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ചോളം ഇത് താങ്ങാൻ പറ്റുന്ന ഒരു വിലയല്ലല്ലോ. അവരെ സംബന്ധിച്ചോളം, സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇത് വന്ന് വാങ്ങുക എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ക്രയവിക്രയങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് റേറ്റിൽ നിൽക്കണം, വില താഴണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ജിയോളജിക്കൽ ഓരോ പുറത്തുള്ള മറ്റേ പ്രശ്നങ്ങള്, ഈ യുദ്ധങ്ങള്, അതുപോലെ തന്നെ ഇപ്പം യുദ്ധങ്ങളുടെ ഒരു ചെറിയ ടെൻഷൻ കുറഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പം കാര്യമായിട്ട് അത് വൻ രീതിയിലോട്ട് പോകില്ല എന്നൊരു തോന്നലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതും ഒരു കാരണമാണ് ഇതിന്. അതേപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്കറിയാം, പല ചെറുകിട വ്യാപാരികളും ഒക്കെ തന്നെ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ, ആ ബിസിനസ് പാടെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും വ്യാപാര കേന്ദ്രങ്ങൾ, സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾ അടയ്ക്കുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലയളവ് കൂടിയായിരുന്നു. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഈ ഓൾ കേരള മെർച്ചന്റൈസ് അസോസിയേഷനിലുള്ളതാണ്. അപ്പോൾ ഈ അസോസിയേഷനിലുള്ള ആളുകളൊക്കെ എന്താണ് പരസ്പരം പറയുന്നതും, അതേപോലെ അവരുടെ വരുമാന മാർഗം പലർക്കും നിലച്ചൊരു അവസ്ഥയൊക്കെ ആയിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ഇവർ മുന്നോട്ട് പോയത്? അല്ല, അത് തന്നെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വില കൂടുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിലും ഇപ്പൊ സ്വർണ്ണാഭരണങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ വിൽക്കുന്നത് പലതും ഔട്ട്സൈഡ് കേരള, ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഹോൾസെയിലായിട്ട് കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങളാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറത്തുള്ള ഹോൾസെയിലേഴ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും പ്രാദേശികമായി സ്വർണ്ണപ്പണിക്കാരുടെ പണികൾ നിന്നതുകൊണ്ട് പലരും ഈ രംഗത്തു നിന്ന് പോയി ചുമട്ടുതൊഴിലാളികളായിട്ടും മറ്റേ പെയിന്റർമാരായിട്ടും മറ്റുള്ള വർക്കുകളിലേക്കൊക്കെ ഒത്തിരി പേർ തിരിഞ്ഞു പോയി. കാരണം സ്വർണ്ണ തൊഴിലാളികളൊക്കെ ഇപ്പൊ ഫീൽഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണക്കടകൾ പലതും ഒത്തിരി എണ്ണം പൂട്ടിയിട്ടുണ്ട്, ഇനിയും പൂട്ടുകയും ചെയ്യും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ബാങ്കിൽ നിന്നും മറ്റുള്ളവരുടെ നിന്നൊക്കെ എടുത്തിരിക്കുന്ന വലിയ ഇൻട്രസ്റ്റിനൊക്കെ എടുത്തിരിക്കുന്ന തുകയൊക്കെ, പിന്നെ കടവാടക, സാലറി എല്ലാം കൂടെ നോക്കുമ്പോൾ പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പൂട്ടി പോകുന്നത്. ആ അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒക്കെ തന്നെ ഒരു പർച്ചേസ്? അത് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ പൊതുവെ ജ്വല്ലറിയിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്? അതേപോലെ തന്നെ ഈ നിർബന്ധിതമായിട്ടൊക്കെ തന്നെ പലർക്കും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്കൊക്കെ തന്നെയും കച്ചവടം മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്റെ മീറ്റിങ്ങുകൾക്കൊക്കെ സാധാരണ ഞാനിപ്പോ പറയുന്നതാണ്,
കോർപ്പറേറ്റുകൾക്കൊക്കെ അവർക്ക് എപ്പോഴും വെയിറ്റ് കൂടിയ ക്വാണ്ടിറ്റി സെയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നല്ല ക്വാണ്ടിറ്റി അവർക്ക് സെയിൽ ചെയ്താലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇടത്തരം കൊച്ചു കച്ചവടക്കാരെ സംബന്ധിച്ചോളം അവർക്ക് മിനിമം ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നവരാണ് അവര്. അതുകൊണ്ട് നമ്മളൊക്കെ ചെറിയ കടക്കാര്, ഇടത്തരം കടക്കാരൊക്കെ ലൈറ്റ് വെയിറ്റുകളിലോട്ട് മാറിക്കോണം. ആ ലൈറ്റ് വെയിറ്റുകളൊന്നും വലിയ കോർപ്പറേറ്റുകളൊന്നും അധികം അത് കീപ്പ് ചെയ്യത്തില്ല. കാരണം അവർക്ക് ഇപ്പം മാലകളൊക്കെ 300 മില്ലി 500 മില്ലിയുടെ ഒക്കെ മാലകളുണ്ട്. കണ്ടാൽ അത്ഭുതം തോന്നി എങ്ങനെ ഇത് ഉണ്ടാക്കുന്നെന്ന്. അതുപോലെ തന്നെ കമ്മല്, മോതിരങ്ങളെല്ലാം 200 മില്ലി 100 മില്ലി വരെയുള്ള മോതിരങ്ങളുണ്ട്. അപ്പം ആഭരണങ്ങളെ ലൈറ്റ് വെയിറ്റിലേക്ക് മാറിയാലേ ഇടത്തരം കൊച്ചു കച്ചവടക്കാർക്ക് ഇനി സെയിൽ കിട്ടുള്ളൂ. അത് മാത്രവുമല്ല, പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ 22 കാരറ്റൊന്നും ആൾക്കാർക്ക് 18 കാരറ്റെന്നും പറയുന്നത് വലിയ പ്രശ്നങ്ങളല്ല. ഇപ്പം 14 കാരറ്റിലോട്ടും ഒക്കെ 9 കാരറ്റിലോട്ട് വരെ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ 9 കാരറ്റ് എന്ന് പറയുന്നത് പണ്ട് ഇംഗ്ലണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിൽ മാത്രമേ ഈ 9 കാരറ്റ് ഉള്ളായിരുന്നു. ഇപ്പം കേരളത്തിലും 22ഉം 18ഉം 14ഉം ഇനി 9ഉം വരാൻ പോകുന്നു. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം ഈ കൂടി നിൽക്കും, വില ഭയങ്കരമായിട്ട് അമിതമായി കൂടി നിൽക്കുമ്പോൾ അവർക്ക് താങ്ങാവുന്ന ഒരു റേറ്റിലേക്കുള്ള ആഭരണങ്ങളിലേക്ക് മാറാൻ ഒരു വിമുഖത ഇപ്പൊ കാണുന്നില്ല. മറ്റത് 18 കാരറ്റ് അത് വേണ്ട 14 കാരറ്റ് അത് വേണ്ട, ഞങ്ങൾക്ക് 916 മതി, 22 കാരറ്റ് മതി. ആ ട്രെൻഡൊക്കെ മാറി എല്ലാം ലൈറ്റ് വെയിറ്റിലേട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ജ്വല്ലറികളിലൊക്കെ തന്നെയും ഒരു കച്ചവടം, അതായത് ഈ വിൽക്കാൻ ആളുകൾ ഒരുപാട് എത്തുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. പ്രധാനമായിട്ടും ഈ വലിയ കടകളിലൊക്കെ തന്നെ, അതായത് വലിയ ബ്രാൻഡിന് കീഴിലൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ പണം ലഭ്യമാകില്ല, അക്കൗണ്ടിലേക്കൊക്കെ തന്നെയാണ് എത്തുക. പക്ഷേ പല കടകളും, അതായത് പല ജ്വല്ലറികളും ഈ വിൽപ്പന നടത്തുന്ന സ്ഥാപനമായിട്ടൊക്കെ മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അല്ല, വിൽപ്പന എന്ന് പറഞ്ഞാൽ പഴയത് കൊടുത്തിട്ട് അതിന് പണം കൊടുക്കുന്ന. അതെ, അത് അങ്ങനെയുള്ള അനധികൃതമായി പഴയ സ്വർണങ്ങൾ എടുക്കുന്ന കുറെ കടകൾ ഇപ്പൊ അനധികൃതമായി വന്നിട്ടുണ്ട്. സത്യത്തിൽ അസോസിയേഷൻ അതിനൊക്കെ എതിരാണ്. അവര് ജനങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പേരെടുത്തൊന്നും ആദ്യം പറയുന്നില്ല, ചില കടകളൊക്കെ പുതിയ ആഭരണങ്ങളൊന്നും അവരുടെ ഇല്ല, പഴയത് മാത്രം എടുക്കുന്ന കടകളായിട്ട് ഇരിക്കുന്നവരുണ്ട്. ശരിക്കും അതൊരു മറയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും എന്നിട്ട് അവര് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഇംപ്രഷൻ കിട്ടാനും ഒരു അനുഭൂതി ഒരു അനുകമ്പ കിട്ടാനും ഒക്കെ ആയിട്ട് അവര് പറയുന്ന അവര് മറ്റൊരു എന്താ ചെയ്യുന്നത്, മറ്റുള്ള ആതുര സേവനങ്ങള്, പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ ആ ചെയ്യുന്നവര് തന്നെ പറയുന്നു ഇത് ഞങ്ങൾ കച്ചവടത്തിന്റെ ഒരു തന്ത്രം മാത്രമാണ്. അപ്പോൾ അവരുടെ മനസ്സിലും ഇത് മാനസികമായി ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. പക്ഷേ ജനങ്ങളുടെ ഇടയ്ക്ക് അവരെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനും ആ കടകളിലേക്ക് പോകുവാനുമുള്ള ഒരു ചെറിയ തന്ത്രമായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ്. അത് അസോസിയേഷനൊക്കെ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അതുവഴി പൊതുജനങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒത്തിരി. അതെ, അത് ശരിക്കും ഈ ഒരു സമയത്ത് ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുന്ന ഒരു സമയത്ത് വലിയ രീതിയിലൊരു മാഫിയ സംഘമായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. ശരിക്കും അതിനെതിരെ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരായി ഗവൺമെന്റിന് ഇപ്പൊ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പോവാണ്. കാരണം ഇങ്ങനെ അനധികൃതമായി പോകുന്ന കച്ചവടങ്ങളെ കണ്ടുപിടിച്ച് അതിന് വേണ്ട നടപടികളിലേക്ക് പോകണമെന്ന് ഞങ്ങൾ ഒരു ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുക്കാൻ പോവാണ്. കാരണം കൂടുപോലെ ഈ വില കൂടിയ സമയത്ത് അവരൊന്നും ബില്ലൊന്നും കൊടുക്കുന്നില്ല. അതാണ് രസം. ഇവിടെ ഒന്നും ടാക്സ് കൊടുത്തുള്ള കച്ചവടമല്ല നടക്കുന്നത്. ക്യാഷ് കൊടുക്കുക, എടുക്കുക, കൊടുക്കുക, ഒരു കണക്കുമില്ല, ഒന്നുമില്ലാതെ വ്യാപരിക്കുന്ന അങ്ങനെയുള്ളവരെ പറ്റി ഒത്തിരി കംപ്ലൈന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും പ്രകാരം ഗവൺമെന്റിനെ, കമ്മീഷണർമാരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു തടയിടാനുള്ള മാർഗം കൂടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ ജസ്റ്റിൻ പാലത്ര പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.